നരേന്ദ്രമോദി മൂന്നാം ഊഴം പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. കൃത്യം 7:15 രാഷ്ട്രപതി ഭവനിലാണ് സത്യപ്രതിജ്ഞ. പ്രത്യേക ന്യൂസ് ഈവനിംഗ് ആണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ രാധാകൃഷ്ണനിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് സുരേഷ് ഗോപിക്കൊപ്പം ജോർജ് കുര്യന്റെ പേര് കൂടി വരുമ്പോൾ അത് ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തെ പാർട്ടിയോട് അടുപ്പിക്കാൻ വളരെയധികം കഴിഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പോടെ എന്നുള്ളത് സുരേഷ് ഗോപിക്കൊക്കെ തൃശ്ശൂരിൽ നിന്ന് ലഭിച്ച വോട്ടുകൾ തന്നെ അതിന് ഉദാഹരണമാണ്. അപ്പോൾ ആ തരത്തിലേക്ക് ഈ ന്യൂനപക്ഷ വിഭാഗത്തെ അടുപ്പിക്കുക, അവരെ കൂടുതൽ അടുപ്പിച്ച് നിർത്തുക എന്നൊരു തന്ത്രം, അങ്ങനെ വളരെ സമർത്ഥമായൊരു പൊളിറ്റിക്കൽ തന്ത്രം എന്ന തരത്തിലേക്ക് കൂടി നമ്മൾ ഇതിനെ കാണണ്ടേ? ആർക്കെ കേൾക്കാമോ? ആർക്കെ, ഞാൻ ചോദിച്ചത് ജോർജ് കുര്യന്റെ മന്ത്രി സ്ഥാന ലബ്ധിയുമായി ബന്ധപ്പെട്ടാണ്. അതായത് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിട്ടുണ്ട്. അത് സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ നിന്ന് ലഭിച്ച വോട്ടുകളൊക്കെ അതിന് ഏറ്റവും വലിയ ഉദാഹരണവുമാണ്. ആ തരത്തിലേക്ക് ഒരു സമർത്ഥമായ തന്ത്രം, രാഷ്ട്രീയ തന്ത്രം കൂടിയല്ലേ ജോർജ് കുര്യന്റെ മന്ത്രി സഭയിലേക്കുള്ള എൻട്രി? തീർച്ചയായിട്ടുമാണ് അനുജ. കാരണം BJPയെ സംബന്ധിച്ച് ദക്ഷിണേന്ത്യയിൽ അവരുടെ മോഹങ്ങൾ വളരെ വലുതാണ്. ദക്ഷിണേന്ത്യയിൽ ഇനി BJPക്ക് കൂടുതൽ സ്വാധീനം ഉണ്ടാക്കേണ്ട ഇടങ്ങൾ തമിഴ്നാടും കർണാടകവുമാണ്. ഗോവ, ഈ ക്രൈസ്തവ സ്വാധീനമുള്ള ഗോവ അടക്കമുള്ള സ്ഥലങ്ങളിൽ BJP ഇതിനകം തന്നെ അവരുടെ വേരുകൾ ആഴ്ത്തിയിട്ടുണ്ട്. എന്നിട്ടും കേരളത്തിൽ അതിനവർക്ക് സാധിച്ചിരുന്നില്ല. കേരളത്തിൽ അതിന് സാധിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വലിയ രീതിയിലുള്ള പ്രചരണങ്ങളും വലിയ രീതിയിലുള്ള ഇടപെടലുകളും ഒക്കെ നടത്തിയിട്ടും അതിന് സാധിക്കാതെ പോയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ ന്യൂനപക്ഷ സമുദായാംഗങ്ങൾ സ്വീകരിക്കുന്ന BJP വിരുദ്ധ നിലപാടാണ്. ഇത് BJP തിരിച്ചറിഞ്ഞിരുന്നു. രണ്ടാം നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ഘട്ടം മുതൽ തന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി അത് തിരുത്തുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിയിരുന്നത്. ഈ ഒന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമയത്ത് അൽഫോൻസ് കണ്ണന്താനത്തെ അടക്കം മന്ത്രിസഭയിലേക്ക് എത്തിച്ചുകൊണ്ട് നടത്തിയ നീക്കം അത് പക്ഷെ അന്ന് അത്ര വിധത്തിൽ ഫലിച്ചില്ല. പക്ഷേ അതിന് തുടർ ചലനങ്ങൾ എന്ന വിധത്തിൽ BJP വളരെ കൃത്യമായിട്ട് എല്ലാ രീതിയിലും ഈ ക്രൈസ്തവ സമൂഹങ്ങളുമായിട്ട് ഇടപെടുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ക്രിസ്തുമസ് ദിവസം അടക്കം ഉൾപ്പെടെ ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് എത്തുകയും അവരുടെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത കാര്യം നമുക്കറിയാം. അതിനെല്ലാം ഉപരിയാണ് ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ക്രിസ്തുമസ് ദിവസം സംഘടിപ്പിച്ച വിരുന്ന് ക്രൈസ്തവ സമൂഹത്തിലെ, കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിനിധികളെ ക്ഷണിച്ചു വരുത്തി അവർക്ക് വിരുന്ന് നൽകുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഈ ക്രൈസ്തവ വികാരങ്ങൾക്ക് ഒപ്പം ക്രൈസ്തവ ചിന്തകൾക്ക് ഒപ്പം നിൽക്കാനായി കേരളത്തിൽ തങ്ങളുണ്ടാകും, തങ്ങൾക്ക് അതിന് സാധിക്കും എന്നാണ് BJP ഇതുവഴി വരുത്തി തീർത്തത്. മാത്രമല്ല വളരെ ഈ മാർക്ക് ക്രിസോസ്റ്റോക്കെ ഉണ്ടായിരുന്ന സമയത്ത് മുതൽ തുടങ്ങിയിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഈ ഫലത്തിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ ക്രിസ്മസിന് ശേഷം നിരന്തരമായിട്ടുള്ള സമ്പർക്കം കേരളത്തിലെ ക്രൈസ്തവ സഭകളുമായിട്ട്, അത് വ്യത്യസ്ത സഭകളുമായിട്ടും അതിൻ്റെ നേതാക്കന്മാരുമായിട്ടും യുവജന സംഘടനകളുമായിട്ട് പോലും നടത്തി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനെല്ലാം രണ്ട് നേതാക്കന്മാർ കേരളത്തിൽ വലിയ രീതിയിൽ ഇതിന് BJPക്കും ഈ ക്രൈസ്തവ സമൂഹത്തിനും ഇടയിൽ പാലം പോലെ വർത്തിച്ചു. അതിൽ ഒരാൾ ജോർജ് കുര്യൻ ആയിരുന്നു. ജോർജ് കുര്യൻ എന്നയാൾ, അത് അദ്ദേഹം BJPയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ആദ്യകാലം മുതൽ തന്നെയാണ്. ഒരുപക്ഷെ കോട്ടയത്ത് നിന്ന് വരുന്ന ക്രൈസ്തവ മതവിശ്വാസിയായ ഒരാളെ സംബന്ധിച്ച് BJPയുടെ ഭാഗമാവുക എന്ന് എല്ലാവരും അങ്ങനെ പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത ഒരു കാലത്താണ് ജോർജ് കുര്യൻ BJPയുടെ ഭാഗമാവുകയും BJPയുടെ സംഘടനാ ഘടകങ്ങളുടെ നേതൃത്വത്തിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തത്. അങ്ങനെയുള്ള ജോർജ് കുര്യനെ സംബന്ധിച്ച് BJP ദേശീയ നേതൃത്വത്തിന്റെ ഒരു വിശ്വസ്തൻ എന്ന രീതിയിൽ തന്നെ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. അദ്ദേഹം ഈ ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ ശ്രദ്ധേയമായിട്ടുള്ളതായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനം വലിയ രീതിയിൽ ശ്ലാഘിക്കപ്പെടുകയും ചെയ്തു. ഇതെല്ലാം കൂടി കണക്കിലെടുത്ത് ആണ് ജോർജ് കുര്യൻ എന്ന പേരിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ ജോർജ് കുര്യൻ എന്ന പേരിലേക്ക് അല്ലായിരുന്നു BJP നേതൃത്വം ആദ്യം പരിഗണിച്ചത്. അത് അനിൽ ആന്റണിയെ ആദ്യം പരിഗണിച്ചു, ഒപ്പം അബ്ദുള്ളക്കുട്ടിയെ പോലും പരിഗണിച്ചു ഒരു ഘട്ടത്തിൽ. അതിനുശേഷമാണ് ജോർജ് കുര്യനിലേക്ക് എത്തുന്നത്. കാരണം ആ പരിഗണിച്ച പേരുകളിൽ പലതിനും ചില പോരായ്മകൾ ഉണ്ടായിരുന്നു. ടോം വടക്കന്റെ അടക്കമുള്ള പേരുകളും പറഞ്ഞു കേട്ടിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ആ പേരുകൾക്കെല്ലാം
ഏതെങ്കിലും ഒരു വിധത്തിൽ ഒരു പോരായ്മയുണ്ടായിരുന്നു. എന്നാൽ എല്ലാ വിധത്തിലുള്ള അനുകൂല ഘടകങ്ങളും ഒപ്പം കേരളത്തിലെ ദീർഘകാലമായിട്ടുള്ള സംഘപരിവാറിന്റെ സഹയാത്രികൻ എന്ന രീതിയിൽ ജോർജ് കുര്യൻ ഉണ്ടാക്കിയെടുത്ത മേൽവിലാസവും അദ്ദേഹത്തിന് അനുഗ്രഹമാവുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഈ സഭയിലേക്ക് എത്തുന്നത്. എല്ലാ സഭാ വിഭാഗങ്ങളും ജോർജ് കുര്യന്റെ പ്രവേശനത്തെ സ്വീകരിക്കുന്ന രീതിയിലാണ് BJP നേതൃത്വത്തോട് പ്രതികരിച്ചിട്ടുള്ളത്. അങ്ങനെ ജോർജ് കുര്യൻ ഈ പദവിയിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിന് ഈ പദവിയിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ചുമതലകൾ തീരുന്നില്ല. അദ്ദേഹത്തിന് വലിയ ചുമതലകളാണ് ഇനി. നമുക്കറിയാം ഇപ്പോ കഴിഞ്ഞ തവണയൊക്കെ നമുക്ക് 2 മന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ടായിരുന്നു. ഒരു സീറ്റ് പോലും ഇല്ലാത്ത സമയത്ത് 2 മന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ ഒരു വിജയം കൂടി ഉണ്ടായിരിക്കുമ്പോൾ അത് ഒരു മന്ത്രി എന്നുള്ളതിൽ ഒതുക്കരുത് എന്നത് കൂടി ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് നിർബന്ധമുണ്ടായിരുന്നിരിക്കണം. തീർച്ചയായിട്ടും ഒരു ബോണസ് എന്ന രീതിയിൽ തീർച്ചയായിട്ടും അതിനെ പരിഗണിക്കാം. കാരണം ഈ സുരേഷ് ഗോപിയുടെ മന്ത്രിപദം അത് വരുന്നതും ഈ തൃശ്ശൂരിന്റെ അക്കൗണ്ടിൽ തന്നെയാണ്. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു സമ്മാനം എന്ന വിലയിരുത്തൽ തന്നെയാണ് BJP ദേശീയ നേതൃത്വം നടത്തുന്നത്. ഇതിന് മറ്റൊരു രാഷ്ട്രീയ വശം കൂടി ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലാണ് കേരളത്തെക്കാൾ കൂടുതൽ BJP അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രചരണം ഇത്തവണ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അത് ഈ നമ്മുടെ പാർലമെന്റിന്റെ ഉദ്ഘാടന സമയം മുതൽ ഈ ചെങ്കോൽ സ്ഥാപിച്ചത്, അതിന് തൊട്ടു മുമ്പ് തന്നെ കാശിയിൽ നടത്തിയ തമിഴ് സംഗമം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകൈ എടുത്ത് നടത്തിയ തമിഴ് സംഗമം ഒക്കെ കാശിയിലൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ട് BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വളരെ വലുതായിരുന്നു. ഒരുപക്ഷെ മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് 80കളുടെ സമയത്ത് ഉള്ള രീതിയിൽ തന്നെ വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്താനായിട്ട് ഈ സംഘപരിവാർ സംഘടനകൾക്ക് സാധിക്കും, അവിടെ അതിനുള്ള വേരുകൾ ആഴ്ത്താനായി അവർക്ക് സാധിക്കും എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രമിച്ചത്. പക്ഷേ തമിഴ്നാട്ടിൽ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ അനുകൂല ഘടകങ്ങളായി അനുകൂലമായിട്ട് വന്നില്ല. ഇത് BJP ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ച് ഒരു തിരിച്ചടിയാണ്. എന്നാൽ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച ബലം നൽകുന്ന വിധത്തിലായിരുന്നു കേരളത്തിൽ നിന്നും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തമിഴ്നാടിനേക്കാൾ കൂടുതൽ വേഗത്തിൽ കേരളത്തിൽ വേരുകൾ ആഴ്ത്താനായിട്ട് BJPക്ക് സാധിക്കും എന്നൊരു തിരിച്ചറിവാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് BJP ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കുന്നത്. ഈ തമിഴ്നാടിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി, അണ്ണാമലയുടെ പേര് ആദ്യം കേട്ടിരുന്നു, പക്ഷെ പിന്നീട് അണ്ണാമലൈ മന്ത്രിസഭയിൽ ഉണ്ടാകില്ല എന്ന തരത്തിലേക്കാണ് വിവരങ്ങൾ വരുന്നത്. എൽ മുരുകൻ ഒരുപക്ഷെ മന്ത്രിസഭയിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ. നമുക്കിതിൽ എന്താണ് സ്ഥിരീകരിച്ച് നൽകാൻ കഴിയുന്ന വിവരം? അനൗദ്യോഗികമായിട്ട് നമ്മൾ അറിയുന്ന കാര്യം ഉണ്ട് ഇതിന് അനുബന്ധമായിട്ട്. കാരണം അണ്ണാമലെ വളരെ ശക്തമായിട്ട് സ്വീകരിച്ച നിലപാടുകളാണ് AIADMKയും BJPയും തമ്മിൽ അവസാന ഘട്ടത്തിൽ ഏതാണ്ട് യാഥാർത്ഥ്യമാകേണ്ടി വന്നിരുന്ന ഒരു സഖ്യം ഇല്ലാതായി പോയത് എന്ന വിമർശനം AIADMK ഉയർത്തിയിട്ടുണ്ട്. AIADMK അതിന് നൽകുന്ന സൂചന തങ്ങൾ BJPയോടൊപ്പം നിൽക്കും എന്നതിന്റെ ഒരു സൂചന തന്നെയാണ് അവർ നൽകുന്നത്. പക്ഷേ അണ്ണാമല ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ അണ്ണാമല സ്വീകരിച്ച ആ നിലപാടിനെ ദേശീയ നേതൃത്വം അങ്ങനെ അഡ്മിറ്റ് ചെയ്യുന്ന ഇടത്തോളം കാലം അതിന് സാഹചര്യമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ചില സംഖ്യകൾ BJPയെ സംബന്ധിച്ച് അനിവാര്യമാണ്. MP-മാരുടെ എണ്ണം അതൊന്നാണെങ്കിൽ പോലും BJP പക്ഷത്തോട് അവർ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അണ്ണാമലയ്ക്ക് സംഘടനാപരമായിട്ടുള്ള ചുമതല തമിഴ്നാട്ടിൽ തുടർന്നും നൽകിക്കൊണ്ട് എൽ മുരുകനെ ദേശീയ തലത്തിൽ, കഴിഞ്ഞ തവണ അദ്ദേഹം മന്ത്രിയായിരുന്നു, കഴിഞ്ഞ തവണ അദ്ദേഹം ഈ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ സഹമന്ത്രിയായിട്ട് പ്രവർത്തിച്ച് വരികയായിരുന്നു. അദ്ദേഹത്തെ വീണ്ടും ഇവിടെ തുടരാൻ അനുവദിക്കുക എന്നൊരു നയമാണ് BJP സ്വീകരിച്ചിരിക്കുന്നത്. അതിന് ഉള്ള ഒരു നീക്കമാണ് നേരത്തെ നടന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ഈ സ്ഥാനം ലഭിച്ചത്. അണ്ണാമലൈ അവസാന നിമിഷം വരെ, പ്രത്യേകിച്ച് വളരെ അടുപ്പം ഉള്ളതാണ് അണ്ണാമലയായിട്ടും അമിത്ഷായുമായിട്ടും. അമിത്ഷായുടെ പല നിർദ്ദേശങ്ങളും നടപ്പാക്കുന്നതിൽ അണ്ണാമലൈ വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു എന്ന അഭിപ്രായവും ദേശീയ നേതൃത്വത്തിനുണ്ട്. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ എൽ മുരുകൻ അണ്ണാമലയ്ക്കായി ഒരു ഉചിത ചോയ്സ് എന്ന രീതിയിലേക്കാണ് BJP ദേശീയ നേതൃത്വം തെരഞ്ഞെടുത്തത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ എൽ മുരുകനെ മന്ത്രിസഭയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് എൽ മുരുകൻ തമിഴ്നാട്ടിൽ നിന്ന് കേന്ദ്രമന്ത്രിസഭയിൽ ഇടം നേടും എന്ന വിവരം കൂടി ആർ രാധാകൃഷ്ണൻ നൽകുന്നു. നമ്മൾ വേഗം എത്തും ഒരു ചെറിയ ഇടവേള എടുത്തതിന് ശേഷം.